BLDC ഫാൻ മേടിച്ച് നിങ്ങൾക്ക് പണി കിട്ടിയോ? BLDC ഫാൻ ഗുണത്തേക്കാൾ ഏറെ ദോഷമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇതറിയാതെ നിങ്ങൾ ഇത് മേടിച്ചു കഴിഞ്ഞാൽ ധാരാളം പൈസ ഇതിനു വേണ്ടി വീണ്ടും ചെലവായിക്കൊണ്ടേയിരിക്കും. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ആദ്യം തന്നെ BLDC ഫാനിന്റെ ഗുണമേന്മകൾ പറഞ്ഞതിന് ശേഷമേ നമ്മൾ BLDC ഫാനിന്റെ പോരായ്മകളും അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളും പറയുക. BLDC ഫാനിന്റെ ഗുണങ്ങൾ: വൈദ്യുതി ലാഭം. സാധാരണ ഫാനിനേക്കാൾ 50 to 65% വരെ കുറഞ്ഞ വൈദ്യുതി ഉപയോഗം. ഇത് തന്നെയായിരുന്നു സാധാരണക്കാരെ ഇതിൽ കുടുക്കിയത്. 2. കുറഞ്ഞ ശബ്ദം. മോട്ടോർ ബ്രഷ് ഇല്ലാത്തതിനാൽ വളരെ ശബ്ദക്കുറവ് അനുഭവപ്പെടുന്നു. 3. കൂടുതൽ ആയുസ്. കർഷണം കുറവായതിനാൽ മോട്ടോർ വേഗത്തിൽ കേടാവത്തില്ല. 4. സ്ഥിരമായ RPM. വോൾട്ടേജ് മാറ്റങ്ങൾ ഉണ്ടായാലും സ്പീഡ് സ്ഥിരമായി നിലനിർത്തും. 5. റിമോട്ട് നിയന്ത്രണം. അധികം ഫാനുകൾക്ക് റിമോട്ട് അല്ലെങ്കിൽ സ്മാർട്ട് കൺട്രോൾ നൽകുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന ഗുണങ്ങൾ. ഇനി ഇതിന്റെ ദോഷങ്ങളിലേക്ക് വരാം. 1. വില കൂടുതൽ. സാധാരണ ഫാനുകളേക്കാൾ വില 2 to 3 ഇരട്ടിയോളം കൂടുതലാണ്. 2. സർവീസ് ആൻഡ് റിപ്പയർ ചെലവ്. PCB, ഇലക്ട്രോണിക്സ് കൺട്രോളർ എന്നിവ തകരാറായാൽ റിപ്പയർ ചെലവ് കൂടുതലാകും. 3. വോൾട്ടേജ് പ്രശ്നങ്ങൾ. ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ ഉള്ളതിനാൽ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ കാരണം ചിലപ്പോൾ കേടാകാൻ സാധ്യത കൂടുതലാണ്. 4. കമ്പനി വഴിയുള്ള സർവീസ് സമയം 2 മുതൽ 3 മാസം വരെ എടുത്തേക്കാം. ഈ കാലയളവിൽ കൊതുകുകടിയും ചൂടും അകറ്റാൻ ഇരട്ടി പണം മുടക്കേണ്ടി വരും. BLDC ഒരു കേമൻ തന്നെ. 5. എളുപ്പത്തിൽ ഇടിമിന്നലിന് വിധേയമാകുന്നു. അതിനാൽ തന്നെ വാറണ്ടി ലഭിക്കുകയില്ല. ഇനി പാർട്സുകൾ മാറിയാൽ തന്നെ അതിനും വാറണ്ടി ഇല്ല. ഇതൊക്കെയാണ് BLDCയുടെ പ്രധാന പോരായ്മ. ഇത് വാങ്ങും മുമ്പ് ഒരു നിമിഷം ചിന്തിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.